കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ അളകുന്നതയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അരുന്ധതി നിർമ്മലിനെ കെട്ടിപ്പിടിച്ച് വെക്കുവാണ്. അരുന്ധതിയുടെ മനസ്സിലേക്ക് തന്റെ അർജുൻ മോനാണ് ഈ നിൽക്കുന്നതെന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തെന്നില്ലാത്ത സന്തോഷമാണ്. നിർമ്മലിനാണ് എന്ത് ചെയ്യണമെന്നറിയില്ല. നിർമ്മൽ പതുക്കെ അരുന്ധതിയെ അങ്ങോട്ട് മാറ്റുകയാണ്. ആ സമയം അരുന്ധതി പറഞ്ഞു, ഇതെന്റെ അർജുൻ മോൻ തന്നെയാ, ഒരു മാറ്റവും ഇല്ലെന്ന് പറയണം. ഇതൊക്കെ കണ്ടുകൊണ്ട് നിന്ന നന്ദയുടെയും പവിത്രയുടെയും പിങ്കിയുടെ ഒക്കെ അറിയാതെ കണ്ണ് നിറഞ്ഞു പോയി. കാരണം എന്റെ അർജുൻ മോനെന്നും പറഞ്ഞുകൊണ്ട് മുഖത്ത് ഒക്കെ ഇങ്ങനെ തലോടുവാണ്. ഈ സമയം നന്ദ വന്നിട്ട് പറഞ്ഞു, അതെ ഇത് അർജുനല്ല, ഇത് നിർമ്മലാന്ന് പറയണം. നിർമ്മല ആയിക്കോട്ടെ, പക്ഷെ എനിക്കിതെന്റെ അർജുൻ മോൻ തന്നെയാന്ന് പറയാണ്. അതേ കണ്ണ്, അതേ മൂക്ക്, ഒരു വ്യത്യാസം ഇല്ലെന്ന് പറയാം. എന്നാലും എന്റെ അർജുൻ മോന് പകരം അരുന്ധതിയുടെ കണ്ണ് നിറഞ്ഞു ഒഴുകുന്ന കണ്ടപ്പം നന്ദ പറഞ്ഞു, വെല്ലുമ്മ ഇങ്ങനെ എന്തിനാ സെന്റി ആവണ്ടെന്ന് പറയാണ്. ഇത് കേട്ടപ്പോ അരുന്ധതി പറഞ്ഞു, നിങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല കേട്ടോ നന്ദ, ഇത്രയ്ക്ക് സാമ്യം ഉണ്ടാവുന്നതിന് ഒരിക്കലും പ്രതീക്ഷയില്ല എന്ന് പറയാം. ഒരു പക്ഷേങ്കിൽ ഇന്ത്യവരത്തിന്റെ സങ്കടം മാറ്റാനായിട്ട് ദയവായിട്ടായിരിക്കും ഇവനെ ഈ സമയത്ത് ഇങ്ങോട്ട് വിട്ടേക്കെന്ന് പറയണം. പിങ്കി ആണെങ്കിൽ ഒരുമാതിരി വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. പിന്നീട് നിർമ്മലിനോട് നന്ദ പറഞ്ഞു, നിർമ്മല ഇരിക്കാൻ പറയണം. അങ്ങനെ നിർമ്മൽ അവിടെ ഇരുന്നു. പവിത്രയോട് ഞാൻ നീ ഒരു ഗ്ലാസ് ചായ എടുത്തോണ്ട് വരാൻ പറയണം. അങ്ങനെ പവിത്ര ചായ എടുക്കാനായിട്ട് ഇങ്ങോട്ട് പോവാ. പവിത്രയുടെ മനസ്സിലും ഇത് തന്നെയായിരുന്നു, ഒരിക്കലും ചിന്തിച്ച കാര്യമായിരുന്നില്ലല്ലോ. പിന്നീട് അരുന്ധതി പിങ്കിയോട് പറഞ്ഞു, മോൾ ഇവിടെ ഇരിക്കാൻ പറയാം. അങ്ങനെ പിങ്കിനെ അവിടെ പിടിച്ചിരുത്തുവാണ്. നിർമ്മലിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അരുന്ധതി. ഈ സമയത്ത് പിങ്കി നിർമ്മലിന്റെ മുഖത്തേക്ക് തന്നെ കണ്ണുമിക്കാൻ നോക്കിയിരിക്കുകയാണ്. നന്ദ ഇത് ശ്രദ്ധിച്ചു. ഒരു പക്ഷെ പിങ്കിയുടെ മനസ്സിൽ എവിടെയോ ഒരു സ്പാർക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ നിർമ്മലിനെ കണ്ടു കഴിയുമ്പോൾ അർജുനെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ പിങ്കിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ടായിരിക്കാം. അതൊരു നല്ല കാര്യം തന്നെയാണ്. ഗൗതം സാറിനെ രക്ഷിക്കണമെങ്കിൽ ഗൗതം സാറിന്റെ ജീവൻ രക്ഷിക്കണമെങ്കിൽ ഇപ്പൊ ഇത് മാത്രമേ മാർഗമുള്ളൂ. നിർമ്മൽ ഒരു പക്ഷെ ഒരു ഉപാധി ആയിരിക്കാം. തങ്ങളുടെ കുഞ്ഞിനെ തങ്ങൾക്ക് വേണം താനും. നിർമ്മല് പിങ്കിയുടെ മനസ്സിലേക്ക് കടന്നു കൂടുവാണെങ്കിൽ തന്നെ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കും. അങ്ങനെ ഒരു ചിന്തയും കൂടെ നന്ദയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ആരും ചിന്തിക്കുന്ന പോലെ കാര്യം നന്ദയുടെ മനസ്സിലേക്ക് ഉണ്ടാകുന്നുണ്ട്. പിന്നീട് പിങ്കിയെ കാണിച്ചിട്ട് ചോദിച്ചു, ഇതാരാന്ന് മോന് മനസ്സിലായെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോൾ നിർമ്മൽ പറഞ്ഞു, അർജുന്റെ ഭാര്യയല്ലേ? അതെ, അർജുന്റെ ഭാര്യയാണ്. അത് മാത്രമല്ല ഈ കുടുംബത്തിലേക്ക് ഒരനന്തരാവകാശിനെ തരാനായിട്ട് പോന്നെ ആരാന്നറിയാവോ? പിങ്കി മോളാന്ന് പറയണം. ഇത് കേട്ട നിർമ്മലൊന്നും കിട്ടി. അതങ്ങനെ ശരിയാം, 2 വർഷമായി അർജുൻ മരിച്ചെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പിങ്കി ഗർഭിണിയാന്ന് പറയുന്നു. എത്ര ആലോചിച്ചിട്ട് നിർമ്മലിന് അങ്ങോട്ട് മനസ്സിലായില്ല. പെട്ടെന്ന് അരുന്ധതി പറഞ്ഞ്, തെറ്റിയിരിക്കൊന്നും വേണ്ട. അതെ, നന്ദയുടെയും ഗൗതത്തിന്റെയും കുഞ്ഞാണ് പിങ്കി മോളുടെ വയറ്റി വളരുന്നേ. സരോഗസിലൂടെ അവളൊരു കുഞ്ഞിന് ജന്മം നൽകാൻ പോവാന്ന് പറയണേ. ഈ പിങ്കി മോള് ഈ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ ഏക അത്താണിയാന്ന് പറയണേ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ നിർമ്മല് ഒരു അന്താളിപ്പോടുകൂടി പിങ്കിയെ തന്നെ നോക്കിയിരിക്കുവാണ്. ഞങ്ങളുടെ വലിയ പ്രതീക്ഷയായിരുന്നു അർജുൻ മോന്, പക്ഷെ എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവനെ ദൈവം അങ്ങോട്ട് നേരത്തെ വിളിച്ചെന്ന് പറയാ. പിന്നീട് അരുന്ധതി കുറെ സമയം സംസാരിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മോഹിനിയൊക്കെ വന്നു. മോഹിനി അവരെല്ലാരും കൂടെ സംസാരിക്കുക. പക്ഷെ ഗൗതത്തിന് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഗൗതത്തിന്റെ മനസ്സ് വല്ലാത്ത ചിന്തയായിരുന്നു. ഗൗതം മുറിയിൽ ഇങ്ങനെ ആകെപ്പാടെ വെരികിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അപ്പോഴേക്കും നന്ദ അങ്ങോട്ട് ചെന്നു. നന്ദനെ കണ്ടതും ഗൗതം ചോദിച്ചു, നീ എന്തിന്റെ കേടാ നന്ദേ, നീ എന്തിനാ അവനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയെന്ന് ചോദിക്കുക. ഞാൻ വിളിച്ചു വരുത്തിയതല്ലല്ലോ, വല്യമ്മ പറഞ്ഞിട്ടല്ലേ നിൽക്കും. അല്ല വല്യമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാ, അവന്റെ പക്ക ക്രിമിനലാന്നുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലേന്ന് ചോദിക്കും. അതെ, ഗൗതം സാറിന് ക്രിമിനലായിരിക്കും, പക്ഷെ ഈ കുടുംബത്തിൽ ആർക്കും അവന് ക്രിമിനലല്ല. അവനെ എല്ലാരും കാണുന്ന അർജുനായിട്ടാന്ന് പറയണം. അർജുൻ അല്ലെന്ന് പറഞ്ഞല്ലോ, അർജുന്റെ രൂപം മാത്രം അവനുള്ളൂ, സ്വഭാവം അർജുന്റേതല്ലെന്ന് പറയണം. അതെന്തോ ആയിക്കോട്ടെ, വെല്ലുമ്മയുടെ സന്തോഷം ഒന്ന് കാണേണ്ടതായിരുന്നു. അത് ഈ ജീവിതത്തില് ഈ ജന്മത്തില് ഗൗതം സാറിന് കൊടുക്കാൻ പറ്റുമോന്ന് ചോദിക്കാം. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ എല്ലാരും കുറെ സന്തോഷിച്ചെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗൗതം പറഞ്ഞു, എത്ര കാലത്തേക്ക് അതിന് അവനിവിടെ നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവനെ പോലെ പക്ക ക്രിമിനലിന്റെ ഒരു കാരണവശാലും ഇന്ത്യവരത്തിന്റെ 7 അയലൊക്കത്ത് പോലും അടുപ്പിക്കാൻ കൊള്ളില്ല എന്ന് പറയാണ്. നന്ദ പറഞ്ഞു, അതെ, ഒരാളെ ക്രിമിനലാക്കുന്ന എന്താ, ഒരു പക്ഷെ ഞാൻ നോക്കിയെടുത്തോളം അവൻ ക്രിമിനലാന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ക്രിമിനലായിരുന്നെങ്കിൽ പിങ്കിനെ ആ ബ്ലോഗേഴ്സിന്റെ കയ്യിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടുത്തില്ലായിരുന്നു. അവന്റെ പാട് നോക്കി പോകത്തേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ നന്മയുള്ള ചെറുപ്പക്കാരനാണ് നിർമ്മലൻ എന്നുള്ള കാര്യം. നീ ഇനി ഇതിനു വേണ്ടി വാദിക്കണ്ട. നീ എത്ര വാദിച്ചിട്ടും കാര്യമൊന്നും ഇല്ല നന്ദേ. എന്താണെങ്കിലും അവനെ ഞാൻ അംഗീകരിക്കാനായിട്ട് പോകുന്നില്ല. ഈ കുടുംബത്തിൽ ആരവനെ ഒത്താശ പാടിയാലും ഒരു കാരണവശാലും ഞാൻ അവനെ ഒത്താശ പാടാനൊന്നും പോകുന്നില്ല. അവനെ എത്രയും പെട്ടെന്ന് തന്നെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടോണമെന്നൊക്കെ പറയാം. നന്ദ പറഞ്ഞു, അതിന് നിർമ്മൽ ഇങ്ങോട്ട് തിരുതാമസത്തിന് വന്നൊന്നുമല്ല, വെല്ലുമയൊന്ന് കാണണമെന്ന് പറഞ്ഞു ഞാൻ വിളിച്ചു, അത്ര മാത്രം എന്ന് പറയാം. ഇതിന്റെ പേരില് ഇനിയിപ്പം ഗൗതം സാർ ഒരു പ്രശ്നം ഉണ്ടാക്കാനൊന്നും പോകണ്ടെന്ന് പറയാം. പിന്നീട് നന്ദ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുക. ഈ സമയത്ത് നിർമ്മല പറഞ്ഞു, എനിക്ക് പോണം, എനിക്ക് കുറച്ച് അത്യാവശ്യം ഉണ്ടെന്ന് പറയാം. അരുന്ധതി പറഞ്ഞു, മോനെ നിനക്ക് പോണോ, നിനക്ക് ഇവിടെ നിന്നുകൂടെന്ന് ചോദിക്കുക. ഇവിടെ നിൽക്കാനോ? ഇല്ല, എനിക്ക് പോണം, ഞാനൊരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി വന്നാ. പിന്നെ
നന്ദ ഡോക്ടറെ വിളിച്ചോണ്ട് മാത്രം ഇങ്ങോട്ട് വന്നെന്ന് മാത്രമേ ഉള്ളെന്ന് പറയാ. ഇത് കേട്ടോ അരുന്ധതി പറഞ്ഞു, എനിക്ക് കാണാൻ വേണ്ടിയിട്ടാ മോനെ വിളിപ്പിച്ചേ. പക്ഷെ വിളിപ്പിച്ച സമയത്തും എന്റെ മനസ്സിലേക്ക് ഇങ്ങനൊരു കാര്യം വന്നിരുന്നില്ല. എന്റെ അർജുൻ തന്നെ മുന്നിൽ വന്ന് നിൽക്കുമെന്നുള്ളത്. അതെ, ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ വരണം കേട്ടോ എന്ന് പറയാ. ഇത് കേട്ട നിർമ്മലൊന്നും മിണ്ടിയില്ല. പിന്നീട് നിർമ്മല അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും പിങ്കി നിർമ്മലിനെ ഇങ്ങനെ നോക്കുവാണ്. നിർമ്മല പിങ്കിയെ നോക്കി. നിർമ്മലിന് പിങ്കിയുടെ കണ്ണുകളിൽ വേറെ എന്തോ ഒരു ഭാവം കാണാനായിട്ട് കഴിഞ്ഞു. ആദ്യമായിട്ടാണ് നിർമ്മലിന് ഇങ്ങനെയൊക്കെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. കാരണം വീട്ടിലാണെങ്കിലും അമ്മയോടും വഴക്കുണ്ടാക്കി നാട്ടുകാരും തല്ലി പിടിച്ച് നടക്കുന്നൊരു സ്വഭാവമായിരുന്നു നിർമ്മലിന്. പക്ഷെ ഇവിടെ വന്നിട്ട് ഈ കുറഞ്ഞ സമയം കൊണ്ട് എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ തനിക്ക് സംഭവിക്കുന്ന പോലെ നിർമ്മലിന് തോന്നി. പിന്നീട് നിർമ്മല അങ്ങോട്ട് പോകാൻ ഇറങ്ങിക്കഴിയുമ്പോൾ നന്ദയും കൂടെ ആ ഒപ്പം തന്നെ അങ്ങോട്ട് ഇറങ്ങുവാണ്. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നന്ദയോട് നിർമ്മല ചോദിച്ചു, അല്ല നന്ദ ഡോക്ടറെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി എന്നെ ഇങ്ങനെ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കില്ലെന്ന് പറയണം. എന്താ നിർമ്മല അങ്ങനെ പറഞ്ഞേ? എനിക്ക് പറ്റില്ല എന്ന് പറയണം. എന്തൊക്കെ കള്ളത്തരം പറഞ്ഞ എന്നെയും കൂടെ വിളിച്ചു വരുത്തിയത്, ഇനി ഈ കള്ളത്തരം പറയേണ്ട കാര്യമില്ല എന്ന് പറയണം. ഞാൻ കള്ളത്തരമൊന്നും പറഞ്ഞില്ലല്ലോ, വെല്ലമ്മയ്ക്ക് കാണണമെന്ന് പറഞ്ഞു, അത്രയല്ലേ ഉള്ളെന്ന് പറയണം. അതെ, അതൊക്കെ ശരി തന്നെയായിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, നന്ദ ഡോക്ടർ വേറെ എന്തോ ഒരു ഉദ്ദേശമുണ്ട്. അത് മാത്രമല്ല, നന്ദ ഡോക്ടർ മുഖം വായിച്ചാൽ അറിയാം. ആ മുഖത്തുനിന്ന് കുറെ കാര്യങ്ങൾ എനിക്ക് വായിച്ചറിയാൻ പറ്റുന്നുണ്ട്. വേറെ എന്തോ ഒരു വ്യക്തമായ ഉദ്ദേശത്തോട് കൂട്ടി എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയെന്ന് പറയാം. എന്തുദ്ദേശം? എനിക്ക് വേറൊരു ഉദ്ദേശമൊന്നും ഇല്ലെന്ന് പറയണം. എന്നാ ശരി, ഞാൻ പോട്ടെ എന്ന് പറയണം. അല്ല നമ്മളെ ഇനിയും കൂടെ വരില്ലേ? സമ്മതിച്ചു, എനിക്കറിയാം നന്ദ ഡോക്ടറെ മനസ്സിലിച്ച നന്മയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ നന്ദ ഡോക്ടർ എപ്പോൾ വിളിച്ചാലും വരും. ഇടയ്ക്ക് സമയം കിട്ടുന്ന പോലെ വരാം. നന്ദ ഡോക്ടർ എന്നെ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ വന്നേക്കാന്ന് പറയാം. പിന്നെ ഗൗതം സാറ് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിർമ്മലിനോട് ക്ഷമ ചോദിക്കുമെന്ന് പറയാം. എന്തിന് എന്നോട് എന്തിനാ ക്ഷമ ചോദിക്കുന്നത്? അതിന്റെ കാര്യമൊന്നും ഇല്ലാന്ന് പറയണം. ആ ഗൗതം സാറ് ഒരു പോലീസ് ഓഫീസറല്ലേ, അയാൾ ആ രീതിയിലല്ലേ പെരുമാറുള്ളൂ. അത് ഞാൻ നന്ദ ഡോക്ടറോട് ദേഷ്യപ്പെട്ട് എന്റെ കാര്യം എന്നാന്നൊക്കെ ചോദിച്ചിട്ട് നിർമ്മൽ അങ്ങോട്ട് പോവാം. നിർമ്മല് പോയതും പിങ്കി ജനലിൽ കൂടെ ആ കാഴ്ച കാണുവാണ്. അർജുൻ വന്നിട്ട് തിരികെ പോകുന്ന പോലൊരു ഫീലിങ്സ് ആണ് പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് വന്നത്. പിന്നീട് പിങ്കി മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാം. നന്ദ വന്നു കഴിഞ്ഞപ്പോൾ നന്ദ ശ്രദ്ധിച്ച് പിങ്കി അങ്ങോട്ട് കയറി പോകുന്നത്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഗിരിജ അവിടെ ഉണ്ടായിരുന്നു. എന്താ മോളെ, നിന്റെ മുഖം എന്താ വല്ലായിരിക്കണെന്ന് നിൽക്കും. ഒന്നുമില്ല, എന്താ കാര്യമായിട്ടുണ്ടല്ലോ. അത് പിന്നെ നിർമ്മല വന്നിട്ടുണ്ടായിരുന്നു പറയും. ഓഹോ, അപ്പൊ അതാണ് പ്രശ്നം. നിർമ്മല കണ്ടപ്പോ നീ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തല്ലേന്ന് ചോദിക്കാം. ഞാന് ഓർക്കല്ലത് മനസ്സ് വിചാരിച്ച കാര്യങ്ങളാ. പക്ഷെ എത്ര ഇതായിട്ടും എനിക്ക് ചിന്തിക്കാതിരിക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് അർജുനെ കുറിച്ച് ഓർമ്മകളാ. അർജുൻ എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന പോലെ തോന്നേ. എനിക്ക് അറിയില്ല ചിറ്റ എന്ത് ചെയ്യണമെന്ന്. ഓഹോ, അപ്പൊ നിന്റെ മനസ്സ് മാറി തുടങ്ങിയില്ലേ? ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എവിടെ എത്തുമെന്ന് ചോദിക്കുക. എനിക്ക് അറിയില്ല എന്നൊക്കെ അവർ പറയുവാണ്. ആ സമയം നന്ദി ഇങ്ങനെ ആലോചന പുറത്തുനിന്ന് നടക്കുക. എന്തോ ഒരു ഇഷ്ടം പിങ്കിക്ക് നിർമ്മലിനോട് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതൊരു ഗ്രീൻ സിഗ്നൽ ആണോ? അപ്പൊ ഞാൻ ലക്ഷ്മിയമ്മ അങ്ങോട്ട് വന്നു. ലക്ഷ്മിയമ്മ വന്നിട്ട് ചോദിച്ചു, അല്ല മോള് ഫുഡ് കഴിക്കുന്നില്ലേ, വരാൻ പറയണം. അല്ല ലക്ഷ്മിയമ്മ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്താ? ഈ നിർമ്മലിനെ കൂടെ നമുക്ക് പിങ്കിനെ അങ്ങോട്ട് വിവാഹം കഴിപ്പിച്ചാലും നിൽക്കും. നീ എന്ത് വിട്ടുതരാന്ന് അതാ പറയണേന്ന് നിൽക്കും. ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ല കാര്യമാണ്. ഈ കുടുംബത്തിൽ എല്ലാവർക്കും നിർമ്മലിനെ കിട്ടുകയും ചെയ്യും. എങ്ങനെയുണ്ട്? അർജുനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാമല്ലോ എന്ന് പറയണം. അർജുനെ കണ്ടുകൊണ്ടിരിക്കാന്ന? അല്ല, അർജുന്റെ ഷേപ്പാണല്ലോ നിർമ്മലിനെ. അപ്പൊ അങ്ങനെയാണ് നിർമ്മലിനെ കാണുമ്പോൾ നമുക്ക് അർജുനെ കാണുന്ന പോലെ ഫീൽ ചെയ്യില്ലേന്ന് ചോദിക്കാം. ഇതേ എന്നോട് പറഞ്ഞു ഈ കുടുംബത്തിൽ മറ്റാരോടും പറയില്ലെന്ന് പറയാം. എന്താ പറഞ്ഞാല് എന്റെ മനസ്സിലുള്ള ആഗ്രഹമല്ലേ ഞാൻ പറഞ്ഞേ. ഇതും പറഞ്ഞുകൊണ്ട് ഗൗതത്തിന്റെ അരിയിലേക്ക് അങ്ങനെ നീ ചെന്നിട്ടുണ്ടെങ്കിൽ ഗൗതം എങ്ങനെ പ്രതികരിക്കുമെന്ന് നിനക്കറിയാലോ. തൽക്കാലത്തേക്ക് നീ ഇത് പറയാൻ പോലും പോണ്ടെന്ന് പറയാം. അതെ അമ്മേ, പക്ഷെ എന്റെ മനസ്സിലെന്തോ അങ്ങനെയുള്ള ചില മോഹങ്ങളൊക്കെ കടന്നുകൂടിയിരിക്കുക. എന്താന്ന് എനിക്ക് അറിയില്ല എന്ന് പറയാം. നിന്റെ പൊട്ടബുദ്ധിക്ക് നീ ഓരോന്ന് ആലോചിച്ച് കൂട്ടുന്നതിന് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് വേറെ പണിയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് രശ്മി അമ്മോട്ട് കയറി പോവാണ്. ഈ സമയം നന്ദ ആലോചിച്ചോണ്ടിരിക്കുക. എന്തേലും ചെയ്തേ മതിയുള്ളൂ, അവരെ രണ്ടുപേരെ ഒന്നിപ്പിക്കണം. അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ നന്ദ എടുക്കുന്നുണ്ട്. ഇനിയിപ്പോ എന്തായി തീരും എങ്ങനെയായി തീരും എന്നൊന്നും അറിയത്തില്ല. അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.